ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു കർക്കിടകം സ്പെഷ്യൽ മെഡിസിനൽ ലഡ്ഡു. അത് നമുക്ക് നമ്മുടെ വീടുകളിൽ സാധാരണ ഉള്ള സാധനങ്ങളും അല്ലാതെയും കുറച്ച് സാധനങ്ങളും ചേർത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി നമുക്കിതുപോലത്തുള്ള ലഡ്ഡു കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. 1-2 വീതം ദിവസവും നമുക്ക് കഴിക്കാം. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു ഉണ്ടാക്കുന്നത് നോക്കാം. രോഗപ്രതിരോധ ശക്തി കുറയുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. മഴയും തണുപ്പുമൊക്കെ ഉള്ളപ്പോൾ രോഗപ്രതിരോധ ശക്തി കുറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ മരുന്ന് ഉണ്ടകൾ കഴിക്കുന്നത്. അത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അല്ലാതെ കുറച്ച് മരുന്നുകളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ മരുന്നുണ്ട ഉണ്ടാക്കാനായി ആദ്യം ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 1 കപ്പ് മട്ട അരി, 1/2 കപ്പ് ഞവര അരി, പിന്നെ 1/4 കപ്പ് മുതിര. ഈ അളവ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് ഓരോന്നായി വറുത്തെടുക്കാം. അരി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം എടുത്ത് ഒന്ന് കടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് മട്ട അരി വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിയും വറുത്തെടുത്തു. നമ്മൾ ഈ വറുക്കാനായി പഴയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ചൂട് കൂടുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അലൂമിനിയം പാത്രങ്ങളെടുക്കാം, അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളെടുക്കാം. നോൺ സ്റ്റിക്ക് അവോയ്ഡ് ചെയ്യാം. വറുത്തെടുത്തു. ഒന്നെടുത്ത് കടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നല്ലൊരു മണവും വരും. അപ്പോൾ നമ്മളിവിടെ അരിയും 2 ടൈപ്പ് അരിയും മുതിരയും വറുത്തെടുത്തു. ഇനി നമുക്ക് തണുത്തതിന് ശേഷം പൊടിക്കാം. നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ കൂടെ എടുത്തിട്ടുണ്ട്. ഉലുവ, ഒരു 5 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉലുവയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം. പിന്നെ 1/4 കപ്പ് എള്ള്, 1/4 കപ്പ് ആശാളി, 1/4 കപ്പ് അയമോദകം, 1/4 കപ്പ് ജീരകം, 10 ഏലക്കായ, ഒരു 2 കഷ്ണം ചുക്ക്, ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഉലുവയും എള്ള് ഇതെല്ലാം ഒന്ന് വറുത്ത് എടുക്കണം. ഈ കരിപ്പട്ടി ഒന്ന് ഉരുക്കിയെടുക്കണം. കരിപ്പട്ടി കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര എടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/2 കിലോ കരിപ്പട്ടി എടുത്തിട്ടുണ്ട്.
നമുക്ക് ജീരകവും ഇതുപോലെ വറുത്തെടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിന് അത്ര സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അയമോദകം വറുത്തെടുക്കാം. ഞാൻ കരിപ്പട്ടി 1/2 കിലോ കരിപ്പട്ടി 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാണ് തിളപ്പിക്കുന്നത്. അത് അലിഞ്ഞ ഉടനെ നമുക്കൊന്നെടുത്ത് അരിച്ച് കല്ലും മണ്ണുമൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം പൊടിച്ചെടുത്തു. എള്ള് മാത്രം ഞാൻ കുറേ പൊടിച്ചിട്ട് കുറച്ച് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. ബാക്കിയെല്ലാം മിക്സിയിൽ കൊള്ളും പോലെ കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച് എടുത്തു. ഒരുപാട് ഫൈൻ പൗഡർ അല്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ ആകണ്ട, എന്നാലും അതിൻ്റെ ഒരു ഈർപ്പമൊന്ന് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കുറച്ച് ദിവസം വെച്ചേക്കാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ചൊന്ന് ഈർപ്പം മാറ്റി എടുക്കാം. ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏലക്കായും നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ നാരുകളൊക്കെ കളയാൻ വേണ്ടി ഒന്ന് അരിച്ച് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ കരിപ്പട്ടി പാനിയാക്കിയത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്യാം. നമുക്കിത് ബോട്ടിലിൽ സൂക്ഷിക്കാം. ദിവസവും 1-2 വീതം നമുക്ക് കഴിക്കാം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.